ഹലോ. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ് എന്ന എനിമി സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിൻ്റെ കഥയിലേക്ക് കടക്കാം. അപ്പോൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ട് പേര് ഒരു മലയുടെ മുകളിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടെ മുഖമൊന്നും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. പിന്നീട് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ രാജാവ് പുനർജനിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടിരുന്നില്ലേ? ആ കുട്ടി ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ മനോഹരമായി എന്തോന്ന് കണ്ടെത്തി, അത് രണ്ടാമതും ദൃശ്യമാക്കില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ആ പെൺകുട്ടി പിന്നെയും തുടരുന്നു, അത് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്ന കുട്ടി പറയുന്നുണ്ട്, മോശം കാര്യങ്ങൾ സംഭവിക്കും. അതിൻ്റെ ബാക്കി എന്ന രീതിയിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഇത് തുടർന്നാൽ. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ആർത്തർ ആ മോൺസ്റ്ററിന് മുമ്പിൽ നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ഇവിടെ, ഈ മോൺസ്റ്ററിനെ വശീകരിക്കുകയാണോ? പെട്ടെന്ന് തന്നെ നമ്മുടെ ആർത്തർ ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ആ മോൺസ്റ്റർ തൻ്റെ വിരലുകൊണ്ട് നമ്മുടെ ആർത്തറിനെ തട്ടി മാറ്റുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ആർത്തർ, നിനക്ക് ഇനിയും ഒരുപാട് ദൂരങ്ങൾ പോകാനുണ്ട്, ഞാൻ നിൻ്റെ കൂട്ടാളിയാണ്. എന്നിട്ട് ആ മോൺസ്റ്റർ ഗുഹക്കുള്ളിലുള്ള പഴങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, ആർത്തർ, നിനക്ക് വിശക്കുന്നില്ലേ? വിശക്കുന്നില്ലെങ്കിൽ നീ എന്തെങ്കിലും കഴിക്കണം. നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും നടക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ എണീറ്റ് നടക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇത്ര ഉയരത്തിൽ നിന്ന് വീണുകൊണ്ട് തന്നെ അവനെ നടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ മോൺസ്റ്റർ പറയുന്നുണ്ട്, നീ അനങ്ങാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്, നിനക്ക് ജീവൻ തിരിച്ചിട്ട് തന്നെ ഒരു ഭാഗ്യമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം നൽകില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ ഈ പഴങ്ങളൊക്കെ കഴിച്ചു തീർക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ എങ്ങനെയുണ്ട്, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ ഈ മോൺസ്റ്റർ പറയുന്നുണ്ട്, എനിക്ക് ഈ സ്ഥലം വിട്ട് പുറത്തു പോകാൻ കഴിയില്ല, പക്ഷേ എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് ദൂരം കാണാൻ കഴിയും. എന്നിട്ട് ഈ മോൺസ്റ്റർ തൻ്റെ മാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആർത്തറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, നിന്റെ ഫാമിലി ഇപ്പോൾ സേഫാണ്, അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഈ സ്ഥലം വിട്ട് പോയി. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആർത്തറിന് സന്തോഷം കൊണ്ട് കണ്ണീര് വരുന്നുണ്ട്. സോ അവരൊക്കെ രക്ഷപ്പെട്ടല്ലേ, അവരൊക്കെ സേഫ് ആണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആർത്തർ. സോ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ആർത്തർ ആ മോൺസ്റ്ററിനോട് താങ്ക് യു പറയുന്നുണ്ട്. പക്ഷേ ആർത്തറിന് ആ മോൺസ്റ്ററിൻ്റെ പേരറിയില്ല. അപ്പോൾ ആ മോൺസ്റ്റർ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പേര് സിലീവിയ. സോ ഇതൊരു പെൺ മോൺസ്റ്റർ ആണ്. അപ്പോൾ ആ ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ഷോട്ട് തന്നെ കാണിക്കുകയാണ്. എന്നിട്ട് ആ കൊച്ചു പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പറയുന്നുണ്ട്, ഉത്തരം അവിടെയുണ്ട്, ശരിയല്ലേ? അപ്പോൾ ആ കുട്ടി പിന്നെയും തുടരുന്നു, ഇനി രഹസ്യങ്ങൾ മറക്കേണ്ടതില്ല. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പറയുന്നുണ്ട്, എല്ലാത്തിനും ഉപരി അതുകൊണ്ടാണ്. ആ ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ആർത്തറിനെ തന്നെ പിന്നെയും കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചിന്തിക്കുന്നുണ്ട്, സിലിവിയ എന്നെ രക്ഷപ്പെടുത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി, എൻ്റെ മുറിവുകളൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. പക്ഷേ അതിപ്പോൾ നടക്കില്ല, കാരണം സിലിവിയ പറഞ്ഞതനുസരിച്ച് ഞങ്ങളിപ്പോൾ എൽഷിയർ വനത്തിൻ്റെ പുറംഭാഗത്താണ്. ഈ സ്ഥലത്ത് കുറേ വന്യമൃഗങ്ങളും അതുപോലെ കൊള്ളക്കാരുണ്ട്, അതുകൊണ്ട് ഈ സ്ഥലം സേഫ് അല്ല. എന്തായാലും സിലിവിയ എനിക്ക് പോകാനുള്ളൊരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സിൽവിയ പറയുന്നുണ്ട്, ആർത്തർ, നിനക്ക് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഒരു ഡയമെൻഷൻ റിഫ്റ്റ് തുറക്കാൻ ചില തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഈ ഡയമെൻഷൻ റിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുള്ളൊരു ഗേറ്റാണ്. അതായത് നമ്മുടെ സിൽവിയ നേരത്തെ കാണിച്ച ആ സംഭവം. സോ ഇതൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ ആർത്തർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, സിലിവിയ ഒരിക്കലും അവളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല, ഒരു വ്യത്യസ്തമായ ഭീകരജീവി. കൊച്ചു ആർത്തർ അവളെ കണ്ടപ്പോൾ തന്നെ ഭയത്തോടെ നിലവിളിച്ചു. അവളുടെ രൂപം ഭയാനകമാണെങ്കിലും അവൾ സൗമ്യയായ ഒരു വ്യക്തിയാണ്. സോ ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആർത്തർ മാനാക്കോർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോൺസ്റ്റർ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മാനാക്കോർ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇതും ചെയ്യാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിൽവിയ കൈകൊണ്ടൊരു മാജിക് കാണിക്കുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അറിയാം, നിങ്ങൾ മാജിക് ഉപയോഗിച്ചുകൊണ്ട് മാന ശേഖരിക്കുകയാണ്. അപ്പം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, ആകാശത്ത് വെച്ച് ഒരു വിമാനം ഇന്ധനം നിറയ്ക്കുന്നത് പോലെയാണിത്, ഇതവൾക്ക് ചെയ്യാൻ കഴിയുമോ? അതിനുശേഷം നമ്മുടെ സിൽവിയ പറയുന്നുണ്ട്, മാനയെക്കുറിച്ച് ആളുകൾക്കൊരു നിശ്ചിത ആശയമുണ്ട്. മാന എപ്പോൾ ശേഖരിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് അവർ വെവ്വേറെ ചിന്തിക്കുന്നു. മനുഷ്യർ ഒഴികെയുള്ള ജീവികൾ ഇത് സാധാരണമായി ചെയ്യുന്നു. പ്രത്യേകിച്ച് മാന ബീസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന മോൺസ്റ്റേഴ്സിന് ഇത് ശ്വസനം പോലെ എളുപ്പമുള്ള കാര്യമാണ്. നിനക്കിത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ആർത്തർ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, യെസ്. അപ്പം നമ്മുടെ സിൽവിയ പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം, അതിന് ശരിയായ ഉത്തരം നൽകിയാൽ മാത്രമേ നിനക്ക് ഞാനിത് പഠിപ്പിച്ചു തരുള്ളൂ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ കഴിവ് ലഭിച്ചു കഴിഞ്ഞാൽ നീ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ ദ്രോഹിച്ചവരെല്ലാം ഞാൻ കൊല്ലും. അപ്പോൾ ഈ സിൽവിയ ആർത്തറിനെ തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്തരം മനോഭാവമുള്ള ഒരാൾക്ക് ഞാനിത് പഠിപ്പിച്ചു കൊടുക്കില്ല. അപ്പം നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട്? തൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമല്ലേ? അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ ഏറ്റവും ശക്തനായ രാജാവായി മാറിയത്. എന്നിട്ട് സിൽവിയ പറയുന്നുണ്ട്, നീ ആളുകളെ കൊല്ലുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അത് ശരിയല്ല. ഞാൻ അടിച്ചത് നിനക്ക് വേദനിക്കുന്നുണ്ടോ ആർത്തർ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് സിൽവിയ ആർത്തറിൻ്റെ തലയിൽ കൈ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കൈ നിന്നെ എളുപ്പത്തിൽ കീറിക്കളയും, പക്ഷേ അതിന് നിന്നെ മൃദുവായി സ്പർശിക്കാനും കഴിയും.
ഏതാണ് നിനക്ക് ഇഷ്ടം? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട് സൗമ്യമായത്. അപ്പോൾ സിൽവിയ പറയുന്നു എനിക്കും അതാണ് ഇഷ്ടം. കോപം, ദേഷ്യം എന്നിവ അക്രമങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ മറ്റുള്ളവർ നിന്നെ വെറുക്കുക മാത്രമാണ് ചെയ്യുക. ഞാൻ രക്ഷിച്ച ജീവൻ നീ അങ്ങനെ ഉപയോഗിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഈ സിൽവിയ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് രാജാവിൻ്റെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഈ സിൽവിയക്ക് അറിയാമെന്ന് നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്. സോ അതിനുശേഷം സിൽവിയ പറയുന്നുണ്ട് ശരി, മറ്റൊരു ചോദ്യത്തിനുള്ള സമയമായി. ആർത്തർ, നീ ഇപ്പോഴുള്ളതിനേക്കാൾ ശക്തനായാൽ ആ ശക്തി നീ എന്തിനു വേണ്ടി ഉപയോഗിക്കും? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട് ഞാൻ ആ ശക്തി എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഉപയോഗിക്കും. ഇത് കേട്ട് സിൽവിയ പറയുന്നുണ്ട് അതൊരു മികച്ച ഉത്തരമാണ് ആർത്തർ. ആ ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം ഒരു മലയുടെ മുകളിൽ ഒരു ആൺ മോൺസ്റ്റർ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അടുത്തെത്തിയിരിക്കുന്നു. നീ എവിടെ ഒളിച്ചാലും എന്നിൽ നിന്ന് അകന്നു പോകാൻ കഴിയില്ല സിലീവിയ. അവിടുന്ന് കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ കിങ് ഗ്രേയുടെ കൊട്ടാരമാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാജാവ് രാവിലെ തന്നെ എണീറ്റ് വാതിൽ തുറക്കുമ്പോൾ സർവൻസൊക്കെ ഗുഡ് മോർണിംഗ് മൈലോഡ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാജാവ് കൊട്ടാരത്തിലുള്ള തൻ്റെ ഫോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ എടുത്ത് നിൽക്കുന്ന ഒരാൾ പറയുന്നുണ്ട് ഞങ്ങളുടെ എളിയ ഓഫീസിലേക്ക് സ്വാഗതം രാജാവേ. അപ്പോൾ രാജാവ് പറയുന്നുണ്ട് ഞാൻ പേരിന് മാത്രമുള്ള രാജാവാണ്. രാജ്യത്തെ യഥാർത്ഥ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. കുറഞ്ഞ വിഭവങ്ങളും കുറഞ്ഞ ജനനനിരക്കുമുള്ള ഈ ലോകത്ത് രാജാവ് എന്നത് ഒരു യുദ്ധ ഏജൻറ്റ് മാത്രമാണ്, അക്രമത്തിനുള്ള വെറും ഒരു ഉപാധി. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പറയുന്നുണ്ട് കിങ് ഗ്രേ, നിങ്ങളൊരു മഹാനാണ്. നിങ്ങൾ നിരവധി യുദ്ധങ്ങളിൽ വിജയിച്ചു. നമ്മുടെ രാജ്യത്തിന് സമ്പത്തും ബഹുമാനവും കൊണ്ടുവന്നു. അതിനുശേഷം അയാൾ ചോദിക്കുന്നുണ്ട് രാജാവ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ വല്ല സഹായവും ചെയ്തു തരണോ? അപ്പോൾ രാജാവ് പറയുന്നുണ്ട് ഞാനിപ്പോൾ പോവുകയാണ് മാർലോൺ. ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാജാവിൻ്റെ കിരീടം പൊട്ടിക്കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ സിലീവിയ ആർത്തറിന് മാജിക് ഉപയോഗിച്ചുകൊണ്ട് മാന കളക്ട് ചെയ്യുന്നതിനുള്ള പ്രാക്ടീസ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ രാജാവ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് തിരക്ക് കൂട്ടരുത്, നിൻ്റെ മാന്ത്രികതയെ മുഴുവനും നിയന്ത്രിക്കുക. അപ്പോൾ രാജാവ് തൻ്റെ പഴയ വേൾഡിൽ കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പവർ കൺട്രോൾ ചെയ്തിട്ടായിരുന്നു എനിമീസിനൊക്കെ ഇല്ലാതാക്കിയിരുന്നത്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജാവ് ഇപ്പോൾ തൻ്റെ മാജിക് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ആർത്തർ ആ കഴിവ് നേടിയെടുക്കുന്നു. അതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ ആർത്തർ സിലീവിയയുടെ അടുത്തേക്ക് ഓടുമ്പോൾ സിലീവിയ ആർത്തറിനെ ആരും കാണാതിരിക്കാൻ ഒരു പാറയുടെ ഇടയിലേക്ക് തട്ടി മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആർത്തറിൻ്റെ മേത്തൊരു നീല നിറം കാണുന്നുണ്ട്. സോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിലീവിയയുടെ ഒരു മാജിക്കാണ്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും മാത്രം സംസാരിക്കാൻ പറ്റും. ഇവർ സംസാരിക്കുന്നതൊന്നും വേറെ ആരും കേൾക്കില്ല. എന്നിട്ട് സിലീവിയ ആർത്തറിനോട് പറയുന്നുണ്ട് ആർത്തർ നീ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. അപ്പോൾ ആർത്തർ കല്ലിൻ്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് നോക്കുന്നു. അപ്പോൾ നേരത്തെ കാണിച്ച ആൺ മോൺസ്റ്ററിനെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട് ഇതാരാണ്, കാണാൻ സിലീവിയെ പോലെ തന്നെയുണ്ട്. അതിനുശേഷം സിലീവിയ ആൺ മോൺസ്റ്ററിനോട് പറയുന്നുണ്ട് നീ ഈ സ്ഥലം കണ്ടെത്തിയതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. അപ്പോൾ ആൺ മോൺസ്റ്റർ പറയുന്നുണ്ട് രക്തത്തിൻ്റെ ഗന്ധം എന്നെ ഇവിടെ എത്തിച്ചു, ഇപ്പോൾ എൻ്റെ കൂടെ വരൂ. അപ്പോൾ സിലീവിയ പറയുന്നുണ്ട് വേണ്ട നന്ദി. അപ്പോൾ ആൺ മോൺസ്റ്റർ നമ്മുടെ സിലീവിയ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് കണ്ട് നമ്മുടെ ആർത്തർ പേടിക്കുന്നു. അപ്പോൾ സിലീവിയ തൻ്റെ മാജിക്കിലൂടെ ആർത്തറിനോട് പറയുന്നുണ്ട് ആർത്തർ നീ എന്നെക്കുറിച്ച് വേവലാതിപ്പെടണ്ട, നീ അവിടെ ഇരുന്നാൽ മതി. അതിനുശേഷം സിലിവിയയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ബോഡി പൊട്ടിച്ച് കളയുന്നു. എന്നിട്ടൊരു ഡ്രാഗനായിട്ട് മാറുന്നു. എന്നിട്ട് ആ ആൺ മോൺസ്റ്ററിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ആൺ മോൺസ്റ്റർ പറയുന്നുണ്ട് വിഡ്ഢി, ആ ശക്തി ഉപയോഗിച്ചാൽ നീ അതിജീവിക്കില്ല. അപ്പോൾ സിലിവിയ പറയുന്നുണ്ട് അതെനിക്ക് പ്രശ്നമില്ല, ഞാൻ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചിരിക്കുന്നു, എന്നാലും അതെനിക്ക് നഷ്ടമാകും, അത് കുഴപ്പമില്ല എന്ന് നമ്മുടെ സിലിവിയ പറയുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ആൺ മോൺസ്റ്റർ തൻ്റെ ഫുള്ള് പവർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സിലിവിയ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ സിലീവിയ തൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ മൊമെൻറ്റ് ഫ്രീസ് ആക്കുന്നു. എന്നിട്ട് ആർത്തറിനോട് ആ കല്ലിൻ്റെ അടുത്ത് നിന്ന് പുറത്ത് വരാൻ പറയുന്നു. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ആർത്തർ ഇതൊക്കെ കണ്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ സിലീവിയ പറയുന്നുണ്ട് ഇതാണ് എൻ്റെ പവർ, അത് കാര്യമാക്കണ്ട, നീ എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോൾ നീ എന്നെ സിലീവിയെ പോലെയാണോ കാണുന്നത്? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട് നിങ്ങളൊരു ഡ്രാഗനാണല്ലേ? അതെ, ആളുകൾ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലീവിയ ഗേറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇത് ഏത് സ്ഥലമാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷെ നീ സേഫ് ആയിരിക്കും ആർത്തർ. അതിജീവിക്കാനുള്ള കഴിവ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലിറ്റിൽ ആർത്തർ, ഞാൻ ഒരു വട്ടം കൂടി ചോദിക്കുന്നു, ആ ശക്തി ഉപയോഗിച്ച് നീ എന്ത് ചെയ്യും? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കും. അപ്പോഴാണ് ആർത്തർ സിലീവിയയുടെ ദേഹത്തുള്ളൊരു മുറിവ് ശ്രദ്ധിക്കുന്നത്. സോ അതിനുശേഷം നമ്മുടെ സിലീവിയ ആർത്തറിനോട് പറയുന്നുണ്ട് ആർത്തർ എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി നിനക്ക് തരാനുണ്ട്. എന്നിട്ടൊരു സ്റ്റോണും അതുപോലെ ഒരു തൂവലും കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റോൺ ആ തൂവലിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിലീവിയ ആർത്തറിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആർത്തറിൻ്റെ കൈകളിൽ സിലീവിയയുടെ ദേഹത്തുള്ള പോലത്തെ ടാറ്റു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ആർത്തർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിലീവിയ പറയുന്നുണ്ട് അത് നിനക്കൊരു ദിവസം മനസ്സിലാകും. വിട പറയാൻ സമയമായി, എനിക്ക് നിന്നെ ഉടനെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ കഴിയും, പക്ഷെ എനിക്കതിന് ആഗ്രഹമില്ല. അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട് അതെന്താണ്? അപ്പോൾ സിലീവിയ പറയുന്നുണ്ട് നിന്റെ ഒപ്പം ഒരുമിച്ച് താമസിക്കുന്നത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു ആർത്തർ, അതാണ് കാരണം. അപ്പോൾ ആർത്തർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ എൻ്റെ പവർ ഉപയോഗിച്ച് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങളെല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്നതിന് ശേഷവും ഞാനത് പ്രോമിസ് ചെയ്തു.
അപ്പം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, എനിക്കെന്താണ് പറ്റിയത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പോലും അറിയാതെയാണ് എൻ്റെ മനസ്സിൽ നിന്ന് വന്നത്. സിൽവിയോടുള്ള നന്ദിയായിരിക്കാം എന്നെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഞാൻ ഇവിടെ ചെലവഴിച്ച ദിവസങ്ങൾ എന്നെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നെല്ലാം ചിന്തിക്കുന്നു. അതിനുശേഷം ആർത്തർ സിൽവിയോട് പറയുന്നുണ്ട്, നിങ്ങളൊരു മോൺസ്റ്ററോ ഡ്രാഗനോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളും എൻ്റെ ഒരു ഫാമിലിയാണ്. അപ്പോൾ സിൽവിയ പറയുന്നുണ്ട്, അതിന് നിനക്ക് അമ്മയുണ്ടല്ലോ. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മുത്തശ്ശിയാണ്. ഇത് കേട്ടപ്പോൾ സിൽവിയ സന്തോഷം കൊണ്ട് കരയുന്നുണ്ട്. എന്നിട്ട് ഒരു വട്ടം കൂടി അങ്ങനെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ മുത്തശ്ശിന്ന് ഒരു വട്ടം കൂടി വിളിക്കുന്നു. എന്നിട്ട് നമ്മുടെ സിൽവിയ ആർത്തറിനോട് പോവാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആർത്തർ സിൽവിയ നൽകിയ സ്റ്റോണ് ആ തൂവൽ കൊണ്ട് പൊതിഞ്ഞിട്ട് ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞിന്ന് പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് നിങ്ങളെ ഒറ്റക്കാക്കി പോകാൻ കഴിയില്ല, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ആ ഗേറ്റ് ക്ലോസ് ആവുന്നു. എന്നിട്ട് ആ പോസ് ആക്കിയ മൊമെന്റ് പഴയ പോലെ ആക്കുകയാണ്. അപ്പോൾ ആ അറ്റാക്ക് നേരെ വന്ന് സിൽവിയയുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. അപ്പോൾ ആൺ മോൺസ്റ്റർ പറയുന്നുണ്ട്, ഈ ചെറിയ അറ്റാക്കിൽ തന്നെ നീ തളർന്നു പോയോ? അപ്പോൾ പെട്ടെന്ന് തന്നെ സിൽവിയ എണീറ്റിട്ട് ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാണ്. ഈ അറ്റാക്കിൻ്റെ ഫലമായിട്ട് ആ സ്ഥലമൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ ഷോട്ട് കട്ട് ചെയ്തിട്ട് എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ഷോട്ട് തന്നെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്ന കുട്ടി പറയുന്നുണ്ട്, ഇത് നല്ലതാണോ? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, അത് മതി, നന്ദി. അതിനുശേഷം ആ പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്ന കുട്ടി പറയുന്നുണ്ട്, ബാക്കി ഞാൻ നിനക്ക് വിടാം. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, അതെ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ആ ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം ഗേറ്റിനുള്ളിലുള്ള ആർത്തറിനെയാണ് കാണിക്കുന്നത്. സിൽവിയ ആർത്തറിനോട് തൻ്റെ മാജിക് ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ആർത്തർ, ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ആ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മുടെ സിൽവിയ പറയുന്നുണ്ട്. അപ്പോൾ ആർത്തർ പറയുന്നു, പക്ഷെ എനിക്കിപ്പോഴും സങ്കടം തോന്നുന്നു. അപ്പോൾ സിൽവിയ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആർത്തർ. ഈ ലോകം സങ്കടത്താൽ നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ ചെറു പുഞ്ചിരിയോടെ മാറ്റേണ്ടതാണ്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, പക്ഷെ എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിനക്ക് ഇപ്പോഴത് ചെയ്യാൻ കഴിയില്ല, പടിപടിയായി ചെയ്യുക, അതാണ് എൻ്റെ ആഗ്രഹം. എനിക്കുറപ്പുണ്ട് നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന്, കാരണം നീ ഒരു കാലത്ത് ഏറ്റവും ശക്തനായ രാജാവായിരുന്നു എന്ന് നമ്മുടെ സിൽവിയ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് സിൽവിയ തുടരുന്നു, നിന്റെ ഹൃദയം കോപവും വെറുപ്പും കൊണ്ട് നിറയ്ക്കരുത്, നിന്റെ പുതിയ ജീവിതം പ്രകാശത്താൽ നിറയട്ടെ കിങ് ഗ്രേ. അപ്പോൾ നമ്മുടെ കിങ് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സിൽവിയ, നിനക്ക് എന്നെപ്പറ്റി എല്ലാം അറിയാമായിരുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർത്തർ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർത്തർ ഒരു കാട്ടിൽ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൻ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി സിൽവിയ. എന്നിട്ട് അവൻ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുന്നു. ഇവിടെ വെച്ചിട്ട് 3ാമത്തെ എപ്പിസോഡ് കഴിയാണ്. ഇനി 4ാമത്തെ എപ്പിസോഡിൽ കാണാം.